തീർത്താത്തയാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. കാരണം പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കൊച്ചു കൊച്ചു വീഡിയോ, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴേ തുടങ്ങാമെന്ന് കരുതി. അല്ലെങ്കിൽ ചിലപ്പോഴേ നമുക്ക് വള്ളി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ഓരോ ചേച്ചിമാരും, മുന്തിയ ചേച്ചിമാരൊക്കെ നമ്മുടെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എൻ്റെയും അതുലിൻ്റെയും ഒക്കെ. അതിനെ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആരോ ആയിക്കോട്ടെ, എന്തായാലും ഇപ്പോൾ ഈ തന്തയ്ക്ക് വിളിച്ചത് ആരെയാന്ന് വെച്ചാൽ ഞാൻ വെച്ച് തരാം. ഇതിപ്പം രേണു സുധി ഈ പറയുന്ന കൂട്ട് എയർപോർട്ടിലൊക്കെ പോകുന്നതും എന്തോ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വെച്ച് തരാം. എന്ത് പഴം മനസ്സിലായെന്നായി പറയുന്നേ? ഒരു മാങ്ങാത്തൊലി അറിയാതിരുന്നിട്ട് പറയുന്നു, അല്ലാതെ എന്ത് പറയാനാ? മീഡിയേറ്റർ സാമാന്യ ബോധം വേണ്ടേ? ഒരു എന്തെങ്കിലും ഉള്ള വ്യക്തിയാണെങ്കിൽ പോട്ടെ, ഒരു വിവരം അവക്കാണെങ്കിൽ ഒട്ടും വിവരമില്ല. അതിനൊക്കെ വെച്ച് ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മണ്ടത്തരെ വിളിച്ച് പറയുന്നത്? ഇത് മതി നിങ്ങൾക്ക് അകത്ത് പോകാനുള്ള. അവള് കൊണ്ടോ ഇതും വെച്ചിട്ട് കൊണ്ട് കേസ് കൊടുത്താൽ തീർന്നു. ഓ വിഷു, അയിലമീൻ, ചൂരമീൻ, മത്മീൻ, കറിമീൻ പോടുന്നു. ഇവള് വരുമ്പോ ഇവളുടെ പെട്ടി, ഇവൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നന്നായി സെർച്ച് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറക്കാൻ. പിന്നെ കേരള പോലീസിനെ ഞാനൊന്നും പറയുന്നത്, എയർപോർട്ടിലുള്ളവന്മാർ ഉണ്ടാക്കാന്മാരാണോ? അതാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെയാണ്. ഇതെല്ലാം സെർച്ചിങ്ങിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു പക്കയാണ്. അവരെല്ലാ കാര്യങ്ങളും അരിച്ച് പെറുക്കി നോക്കിയിട്ട് അവർ വിടത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കണം. വെറുതെ അവിടെ ഉള്ളവരെ വെറും ഉണ്ടാക്കാന്മാരാക്കരുത്. എന്റെ പൊന്നി കിട്ടിയല്ലോ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അല്ല എനിക്ക് ഇവളെ ഇഷ്ടമല്ല, രേണുവിനെ ഇഷ്ടമല്ല, ഷഫീനെ ഇഷ്ടമല്ല, കിച്ചുവിനെ ഇഷ്ടമല്ല. പിന്നെ കിച്ചുവിന്റെ കാര്യത്തിൽ എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു തിരുത്താൻ അവസരം കൊടുക്കുക. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? ഓക്കെ, നമ്മളായിട്ടൊന്നും പറയുന്നില്ല. അവനെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇത് ഷഫീന ശരിക്കും കുത്തിത്തിരിപ്പുണ്ടാക്കിയായിരുന്നു. ഈ ഒരു കേസ് ആയിട്ടില്ല, നല്ല രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയായിരുന്നു. ഞങ്ങളുടെ ആയാലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചാനൽ കളയാൻ പോകുന്ന കാര്യങ്ങളും പല കാര്യങ്ങളും ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു എന്താ പറയണ്ടേ, ഒരു കേസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണ്. വാക്ക് തർക്കം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. ഇങ്ങനെ കുറെ എണ്ണം, ഇങ്ങനെ കുറെ ജന്തുക്കൾ എല്ലാം എന്താ പറയാനാ. അവക്ക് കടി മനസ്സിലായി. അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവർക്ക് കാല് നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് കാലും 3-4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് വിധവയെന്ന് പറഞ്ഞു. ഇപ്പം 3-4 മാറി. ഇതിക്കുള്ളൊരു നാണക്കേട് കിട്ടാനുണ്ട്. ഇവിടെ തന്നെ അത് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. യൂട്യൂബേഴ്സ് എല്ലാം ഇവർക്ക് സപ്പോർട്ടാണെന്നൊരു തോന്നുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഞാനും അതിലൊന്നും ആ ഒരു സപ്പോർട്ട് ചെയ്യത്തില്ല ഹാപ്പിനെ. ഉള്ള കാര്യം പറയാമല്ലോ. എനിക്കറിയത്തില്ല അവർക്ക് എന്താ സോക്കറെന്ന് എനിക്കറിയത്തില്ല. അവിടെ തന്തയായിരിക്കും മറ്റേ ഇത് കൊണ്ടുവരുന്നത്, മാഫിയ കൊണ്ടുവരുന്നത്. ഓ എന്തായാലും ചേച്ചി കലക്കി ഈ ഒരു കാലത്തിൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ട ആനി ഈ പറയുന്ന രേണുവിനെ ഒരിക്കലും അല്ല കേട്ടോ. ഈ ജന്മത് സപ്പോർട്ട് ചെയ്തില്ല ഈ ഒരു കാര്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഞങ്ങളുടെയൊക്കെ ചാനൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നേ. ഓക്കെ, പലവരെയും വിമർശിച്ചാണെങ്കിലും പല കോണ്ടന്റും, രേണുസുതി ആണെങ്കിലും പല കോണ്ടന്റും എടുത്തിട്ട് തന്നെ കൊണ്ടുവന്നേ. ആ ചാനല് നമ്മുടെ ശത്രുഘ്നെ വിളിച്ചിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്ത് അവരെക്കുറിച്ചും തമ്മിലടിപ്പിക്കുക. എന്നിട്ട് ഇവർക്ക് കോണ്ടന്റ് ഉണ്ടാക്കി പോകണം. എന്നിട്ട് ഇവർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കയറി വരുന്ന കുറെ വൃത്തിയായിട്ടാണ്. ഇങ്ങനെയുള്ളവരൊന്ന് അടിപ്പിക്കരുത്. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. എൻ്റെ മെയിൻ ചാനലായിരിക്കും ഞാൻ ഇടുന്നത്. അതിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോഴേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പം ബൈ, ലവ് യു ഓൾ. ഒന്ന് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്ത് തരിക. എല്ലാവരും ഹൈപ്പ് ചെയ്ത് തരിക. ബൈ.